അപ്പോൾ എക്സാക്ട്ലി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ തൊട്ടിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ആണ്. സോ ഇനി വരുന്നത് എങ്ങനെയായിരിക്കും അറിയില്ല. പിന്നെ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഏതാണ് ഈ പ്ലേസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി പോക്കറ്റ് കാര്യമൊക്കെ വെഡിങ് പർച്ചേസിന് ഇറങ്ങിയാണ് ഗൈസ്. അതെ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കാറിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ബൈക്കിൽ പോകാൻ. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്താം. അവരെ നമ്മൾ കഴിക്കും. അപ്പോൾ അവിടേക്ക് എത്താം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വേണ്ടിയിട്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അകത്തേക്ക് കയറാം, എന്നിട്ട് പർച്ചേസ് തുടങ്ങാം. ഇത് എപ്പോൾ തീരുമെന്ന് യാതൊരു ഐഡിയ ഇല്ല. മേ ബി ഇത് 2 പാർട്ടായിട്ടിടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡ് തന്നെയല്ലേ, ലെഫ്റ്റ് സൈഡിൽ പേര് എഴുതാനുണ്ടായിരുന്നു. അത് എഴുതി കഴിഞ്ഞ് പിന്നെ അകത്തോട്ട് കയറി അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. 5 ഫ്ലോറാന്ന് തോന്നുന്നു. 5 ഫ്ലോറിലായിട്ടാണോ ഇനി മേലെ ഫുഡ് കോർട്ട് ഉണ്ടോ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ നിരന്ന് അങ്ങോട്ട് ഇരുന്നു. അതായത് അവളുടെ അമ്മ, എൻ്റെ അമ്മ, പിന്നെ ചേച്ചി കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ്. എല്ലാവരും കൂടെ ഇരുന്ന് പിന്നെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ നടന്നത് ചരിത്രം. അങ്ങനെ പിന്നെ സാരികൾ 1, 2, 3 അങ്ങനെ നിരത്തി. ഇത് നമ്മളെ റിസപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്ന ടെസ്റ്റാണ് ഈ ഒരു ടൈപ്പ്. അങ്ങനെ സാരികൾ പലതായി നിരത്തി. അതിൽ നിന്ന് പലതും സെലക്ട് ചെയ്യുക. അവരിങ്ങനെ ഓരോരുത്തരും ഓരോ സൈഡിലേക്ക് വിരലിച്ചുള്ളൂ. അങ്ങനെ സെയിൽസ് നിൽക്കുന്ന ആൾക്കാർ പലതെടുത്ത് വലിച്ചു വാരി പുറത്തിട്ട് അതൊന്ന് ഓരോന്നെടുത്ത് സെലക്ട് ചെയ്ത് വെച്ച് അതിലൊരു 5 ട്രയൽ അടിച്ച്. ഇവിടെ കൂടെ നമ്മളെ സജഷൻസ് ഒക്കെ വെറുതെ ചോദിച്ചിട്ടുണ്ട്. ഇത് പേരിന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ സജഷൻസ് ഒന്നും വിലപ്പോയില്ലാതെ അറിയാം, എന്നാലും ജസ്റ്റ് പറഞ്ഞു. പിന്നെ അവർക്കാണ് അവരുടെ കളർസൻസ് അറിയില്ല. പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 5 ട്രയൽ നോക്കി. 1, 2, 3, 4, 5 4 ട്രയൽ നോക്കി. അത് കഴിയുമ്പോഴത്തെ അച്ഛൻ എടുത്തിട്ട് അച്ഛൻ അവിടെ ഒരു സോഫയിൽ പോയിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു സെറ്റ് ആയത്. സാരി ഓക്കെ അല്ലേ? അപ്പോൾ ഒരു മിഷൻ കംപ്ലീറ്റ്. അങ്ങനെ പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് ബ്ലൗസിന്റെ എംബ്രോയിഡറി വർക്ക് എങ്ങനെയാണെന്നുള്ളത് സെലക്ട് അവിടെ നിന്ന് ചെയ്യുക. അത് നോക്കി പിന്നെ റിസപ്ഷൻ ഡ്രസ്സ് അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം തപ്പ കുറേ മെനക്കെട്ടു. കുറേ സ്ഥലത്ത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ അവസാനം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളെല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവിടെ അടുത്ത് തന്നെ KSRTCന്റെ ഓപ്പോസിറ്റുള്ള അവിടുന്ന് അറേഞ്ച് ചെയ്തു. അങ്ങനെ പിന്നെ എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിക്കായിരുന്നു. അച്ഛനും 2 അച്ഛന്മാരും പ്യുവർ മീൽസ് പറഞ്ഞു വെച്ച്. നമ്മള് ബിരിയാണി പറഞ്ഞു. പക്ഷെ അവരെ വെച്ച് മീൽസിന്റെ കൂടെ വന്ന പായസം കേട്ടല്ലോ, ആ പേരും പറഞ്ഞ ആ പായസം അവൾ അടിച്ചു മാറ്റി. പിന്നെ നമ്മള് ബിരിയാണിക്ക് അങ്ങോട്ടും കൊണ്ട് സർവ് ചെയ്ത് ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് പരിസമാപ്തിയായി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവളത് മൽപ്പിടുത്തത്തിലാണ് ചിക്കന് പോയിട്ട്. ചിക്കൻ മുറ്റാന്നാ പറഞ്ഞത്. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീണ്ടും ബാക്ക് ടു കസവ് കേന്ദ്ര. നമുക്ക് എൻ്റെ ഷോപ്പിംഗ് കൂടെ തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ കസവ് കേന്ദ്രയിൽ പോയി. പിന്നെ എനിക്ക് വെഡിങ്ങിന്റെ അന്നത്തെയും അവൾക്കടുത്ത പോലെ റിസപ്ഷന്റെ അന്നത്തേക്കുള്ള ഡ്രസ്സ് എടുത്തു. തമ്മിൽ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയ 2 സിമ്പിളല്ല, റിസപ്ഷൻ്റെ അത്ര സിമ്പിളല്ല, കല്യാണത്തിന്റെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു. പിന്നെ ബാലൻസ് പർച്ചേസ് ഒക്കെ പിന്നെ പുറത്തുനിന്ന് ചെയ്യാനുള്ള ഇല്ല അവിടെ നിന്ന് അറിയും. എല്ലാവരും റിലാക്സ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്തു. ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. ഇത് നോക്കൂ ഗൈസ്, ഇവിടെ നോക്കൂ ഗൈസ്, ഇത് നോക്കൂ ഗൈസ്. എല്ലാം പർച്ചേസ് ഒരു എത്ര പെർസെന്റേജ്? ഒരു 50% പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ഡ്രസ്സും കാര്യങ്ങളും കല്യാണത്തിന്റെ റിസപ്ഷന്റെയും കൂടെ ഉള്ള കഴിഞ്ഞിട്ടുണ്ട് പർച്ചേസ്. അങ്ങനെ ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ ഇനി നമുക്ക് ലോക്കൽ പർച്ചേസ്. ഇത് ഒരുപാട് ഇന്നത്തെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനി വരുമ്പം എന്തായിരുന്നു പൊളി മൂഡ് അംബാനി വൈബാണെങ്കിൽ പോകുന്ന സമയത്ത് വലക്കയുടെ മൂടും പിച്ചക്കാരൻ വൈബ്. അപ്പൊ ഏതായാലും ഇനി ഇവിടുന്ന് ചായ കുടിക്കാൻ പോകണം, എന്നിട്ട് അവിടെ നിന്ന് പോകും. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അവളുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം സാഗർ ഹോട്ടലിൽ കയറി നമ്മൾ ചായയും കടിയും കഴിച്ചു. ചായയും കടിയും കഴിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു, കാരണം ഉച്ചക്കത്തെ ഫുഡ് ഹെവി ആയിരുന്നു. പിന്നെ അവർക്ക് ലോങ് ഡ്രൈവ് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ചായ കുടിച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയാണ് ഗൈസ്. സൗണ്ട് കേൾക്കാൻ അറിയില്ല എത്രത്തോളം. ഇവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, പിന്നെയും ഷോപ്പ് ചെയ്തു, പിന്നെയും ചായ കുടിച്ചു. അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ലാതായ ഷോപ്പിംഗ് ദിവസം കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. നേരെ വീട്ടിലേക്കാണ് പോണത്. ഇനി നെക്സ്റ്റ്
പർച്ചേസിന്റെ പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കാണാം. എന്തൊക്കെയോ ഉണ്ട് മേടിക്കാൻ. കിറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു. ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും, ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഏതായാലും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാണണം. എന്നിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നവരെ Take care. Bye. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.